സ്നേഹത്തിൻ സൂര്യനായെന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. സ്നേഹത്തിൻ സൂര്യനായെന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനേ. ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 28 ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ: നിയമാവർത്തനം 26 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്ന് ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്റെ വാഗ്ദാനം അനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും
തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 5 43 മുതലുള്ള വാക്യങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. സുവിശേഷ സാക്ഷികളായിടുവാൻ കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകളമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകളമേ. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ശത്രുവിനെ അയൽക്കാരനെ പോലെ സ്നേഹിക്കാനുള്ള ദൈവവിളി ജീവിതത്തിൽ സ്വന്തമാക്കി സുവിശേഷത്തിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളുന്നവരായി ജീവിക്കാൻ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ വെറുക്കുക എന്നായിരുന്നു പഴയ ഉപദേശം. എന്നാൽ ക്രിസ്തു അതിനെ നവീകരിക്കുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇത് സുവിശേഷം നൽകുന്നൊരു ഉപദേശത്തെക്കാൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന വിളിയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് അവരുടെ തെറ്റുകൾ അംഗീകരിക്കുക എന്നതല്ല, മറിച്ച് ദുഷ്ടതയെ ദുഷ്ടത കൊണ്ട് മറുപടി പറയാതിരിക്കാനുള്ള മാനുഷിക ധൈര്യമാണ്. ദൈവം എല്ലാവർക്കും, നല്ലവർക്കും ദുഷ്ടവർക്കും മേൽ ഒരേപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു. നീതിമാന്മാർക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നു. ദൈവസ്നേഹമെന്നത് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണെന്ന സത്യം ഈ സുവിശേഷം തുറന്നു വയ്ക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയുണ്ട്? ക്രിസ്തു ചോദിക്കുകയാണ്. ക്രിസ്തു ശിഷ്യൻ എന്നതിന്റെ അടയാളം വേദനിപ്പിക്കുന്നവരോടും ക്ഷമയോടെയും സ്നേഹത്തോടെയും പ്രതികരിക്കാനാകുന്നതിലാണ്. അത് നമ്മുടെ ശക്തിയിൽ നിന്നല്ല, ദൈവത്തിന്റെ കൃപയിൽ നിന്നാണ് സാധ്യമാകുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുക എന്ന ആഹ്വാനം കുറ്റരഹിത ജീവിതത്തിലേക്കല്ല, പരിധിയില്ലാത്ത സ്നേഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഓരോ ക്ഷമയും ഓരോ പ്രാർത്ഥനയും ഓരോ സ്നേഹപ്രവൃത്തിയും നമ്മെ ദൈവപിതാവിനോട് കൂടുതൽ സമാനരാക്കി തീർക്കുന്നുണ്ട്. എന്നെ ദ്രോഹിച്ച ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥ ക്രിസ്തീയത തുടങ്ങുന്നത്. നല്ല തമ്പുരാനെ, വേദനിപ്പിക്കുന്നവരോടും സങ്കടം സമ്മാനിക്കുന്നവരോടുമൊക്കെ കുരിശിലെ ക്ഷമയും സ്നേഹവും അഭ്യസിക്കാനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിവ് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ, ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ, ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനേ, ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ. ഈശോയൻ കൈപിടിക്കും നേരം ഞാൻ സ്വർഗമാർഗേ ഗമിച്ചിടും, സ്നേഹത്തോടീശോയൻ കൈപിടിക്കും നേരം ഞാൻ സ്വർഗമാർഗേ ഗമിച്ചിടും. കാരുണ്യത്തോടൻ കൺതുടയ്ക്കും നേരം നന്മതൻ പാത തെളിഞ്ഞിടും. നാഥന്റെ കയ്യിലെ കുഞ്ഞാടായി മാറുമ്പോൾ ധന്യമായി തീരുമെൻ ജന്മം, ധന്യമായി തീരുമെൻ ജന്മം. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനേ, ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ.
നേരം ഇരുളിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിടും. പുഞ്ചിരിച്ചീശോയൻ കൂടെ നടക്കും നേരം ഇരുളിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിടും. ആശ്വാസക്കടലായൻ ചാരത്തിരിക്കുമ്പോൾ നൊമ്പരമെല്ലാം അലിഞ്ഞിടും. താതന്റെ സന്നിധേ എന്നെയോർക്കും നേരം സ്വർഗകവാടം തുറക്കും, സ്വർഗകവാടം തുറക്കും. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നെൻ ഹൃത്തിൽ വസിക്കുമെന്നീശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനേ. ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ, ഭാഗ്യമല്ലോ നീ എന്നാശ്രയമേ. ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. പ്രഭാതം വിടർന്നു കിളികളുണർന്നു തിരുനാമ കീർത്തനം ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. വെണ്മയാർന്നൊരു മനസ്സു മാത്രം ഞങ്ങൾക്കുള്ളു കാഴ്ചയണയ്ക്കാൻ. പ്രഭാതം വിടർന്നു കിളികളുണർന്നു തിരുനാമ കീർത്തനം ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി.
ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി പ്രഭാതം വിടർന്നു കിളികളുണർന്നു തിരുനാമ കീർത്തനം ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. ഇതാണെന്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന. ഇതാണെന്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന. പ്രിയനേശുവേ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന. ഇതാണെന്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന. പ്രിയനേശുവേ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന. നീ എനിക്കായി കരുതി വെച്ചോരായുസിൻ ദിനമസ്തമിക്കും നാളതിൽ. നീ എനിക്കായി കരുതി വെച്ചോരായുസിൻ ദിനമസ്തമിക്കും നാളതിൽ. നിത്യജീവന്റെ അപ്പമാം ദിവ്യകാരുണ്യമാകണം അവസാന ഭക്ഷണം ഈ ഭൂമിയിൽ. ഇതു മാത്രമാണെൻ പ്രാർത്ഥന, ഇതാണെന്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന. പ്രിയനേശുവേ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന.
ചേർത്തണയ്ക്കും നിമിഷം നിൻവിരൽ തുമ്പിനാൽ എൻ മിഴികളെ അവസാനമായി ചേർത്തണയ്ക്കും നിമിഷം കൊതി തീരെ കാണുവാൻ കൊതിച്ചോരെന്നാത്മാവിനെ നിത്യസ്നേഹത്തിൽ നീ നെഞ്ചോടു ചേർക്കണം. ഇതുമാത്രമാണെൻ പ്രാർത്ഥന, ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതുമാത്രമാണെൻ പ്രാർത്ഥന പ്രിയനേശുവേ. നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന.